ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നിങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലും യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക. മഴ ഉണ്ടാകും. ബൈക്കിൽ പോകുന്നവർ കോട്ട് എടുത്തിരിക്കണം, അല്ലാതെ പോകുന്നവർ കുട എടുത്തിരിക്കണം. അതൊക്കെ സൂക്ഷിക്കണം. ഒപ്പം തന്നെ 3 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അപ്പോൾ കുറച്ച് ശക്തമായ മഴയ്ക്ക് തന്നെയാണ് സാധ്യത. സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുലേഖ, എവിടെയൊക്കെയാണ് നല്ല മഴ പെയ്യാൻ സാധ്യതയുള്ളത്? യെല്ലോ അലർട്ട് ഏത് ജില്ലകളിലാണ് പറഞ്ഞിരിക്കുന്നത്? മനു, എന്തായാലും സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ തുടരുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കാസർഗോഡ്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ ശക്തമായ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നെന്തായാലും പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇനി 10 മണിയോട് കൂടിയുള്ള ഈ കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുന്നത് അത് 10 മണിയോട് കൂടിയുള്ള മുന്നറിയിപ്പിലാണ്. അതിനൊപ്പം തന്നെ സംസ്ഥാനത്ത് ചൂട് കൂടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നെന്തായാലും കൊല്ലം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇത്തരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ളൊരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്. എന്തായാലും സംസ്ഥാനത്ത് രാവിലെ ഉച്ചവരെ ഇത്തരത്തിൽ വലിയ ചൂടാണെങ്കിൽ വൈകിട്ടോടു കൂടി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് രാവിലെ അടക്കം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ ഈ വലിയ രീതിയിൽ തന്നെ ഇടിമിന്നലോട് കൂടിയ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ മഴയ്ക്കൊപ്പം തന്നെ ഇടിമിന്നൽ സാധ്യത കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ മഴയും അതിനൊപ്പം തന്നെ വെയിലും കൂടിയൊരു കാലാവസ്ഥ തന്നെയായിരിക്കും കേരളത്തിലുണ്ടാവുക. മനു, ശരി. ഏതായാലും കുറച്ച് നാളുകൾക്ക് ശേഷം മഴയൊന്ന് മുറുകുന്നുണ്ട്. അപ്പോൾ സൂക്ഷിക്കുക, കുടയെടുക്കുക, ഒപ്പം തന്നെ മുന്നറിയിപ്പുകൾ ജാഗ്രതയോടെ വീക്ഷിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ബൈക്കുകളിൽ സഞ്ചരിക്കുന്നവർ കോട്ടെടുക്കാൻ മറക്കണ്ട, ഇല്ലെങ്കിൽ നനയേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് മഴയുടെ വിവരം. ഈ ഒരു വശത്ത് വൈകുന്നേരത്ത് മഴ, പകല് ചൂട്, വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലാവസ്ഥ. അസുഖങ്ങൾക്കൊക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതും വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കണം കേട്ടോ.